ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. എൻ്റെ വീട് പേയാടാണ്. അപ്പം നമ്മൾ അവിടോട്ട് പോവുകയാണ്. കാറിലാണ് കേട്ടോ പോകുന്നത്. നമുക്ക് പോവാം. ഇതിപ്പോൾ ഒരു ദീപാരാധന ടൈമാണ്. അത്രയ്ക്ക് രാത്രി ആയിട്ടില്ല. അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. അവിടെയായിട്ടൊരു പട്ടിക്കുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ വില്ല പട്ടിയാണ്. ഇവൻ്റെ പേര് ചാർലി എന്നാണ്. നമ്മൾ പോകുന്നുണ്ട്. അവിടെ പതുങ്ങിയൊക്കെയാണ്. ഞാൻ ടാറ്റയൊക്കെ കൊടുത്തു. നമ്മൾ നേരെ കാറിലോട്ട് കയറി ഗൈസ്. എന്നിട്ട് എൻ്റെ അമ്മ അനിയത്തിനെ കൊണ്ട് കയറി. ഇവിടെ ഇരുട്ടായതുകൊണ്ട് അവരുടെ മുഖം ഒന്നും കാണിക്കാൻ പറ്റില്ല ഗൈസ്. കാണിക്കുമ്പോൾ ഫുള്ള് ഇരുട്ട് പോലെയാണ് തോന്നുന്നത്. അതിങ്ങനെ കൈയാക്കരുത് കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മളെ ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് ഞാൻ ഇപ്പോഴാണെങ്കിൽ എൻ്റെ കരാട്ടെ സെൻറ്ററിൽ ഞാൻ പോകുന്ന വഴിയുണ്ട്. അപ്പോൾ ആ വഴിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എൻ്റെ കരാട്ടെ സെൻറ്റർ ഞാൻ കാണിച്ചത് എന്തോ അവിടെ ആയിട്ടൊരു നീല ഷീറ്റ് കാണുന്നുണ്ട്. അതാണ് എൻ്റെ കരാട്ടെ സെൻറ്റർ. അങ്ങ് വരെ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആയിട്ട് ഒരു ബോർഡാണ് ഞാൻ കാണിച്ചത്. ഇവിടെ ആയിട്ടൊരു ബോർഡുണ്ട്. വണ്ടി പെട്ടെന്ന് പോയുണ്ട്. അത് കാണിക്കാൻ പറ്റില്ലെന്നില്ല വൃത്തിയായിട്ട്. അത് നിങ്ങൾ കാര്യമാക്കിയത് പിന്നെ ഏതെങ്കിലും വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മളത് നേരെ പോയിക്കൊണ്ട് ഞാൻ ക്ലാസ് തുറന്നിട്ടുണ്ട്. നല്ല ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇച്ചിരി വണ്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. ഡിക്കിക്കകത്തുനിന്ന് മിക്കുവിന് വിശക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയുടെ പേരാണ് കേട്ടോ മിക്കു. അവൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡിക്കിക്ക് ചക്ക ചിപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ചക്ക ചിപ്സ് കിട്ടി. അതിനുശേഷം അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. എനിക്ക് ചക്ക ചിപ്സ് കിട്ടി. അതുകൊണ്ട് ഞാൻ അതും വെച്ച് എന്നിട്ട് ഞാൻ 2-3 എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ നമ്മൾ വെമ്പായം തന്നെ വെമ്പായത്ത് നമ്മൾ രാജാ തട്ടുകട അവിടെ കയറി. ഇവിടെ ഈ കടയിൽ വാഴയിലയിലാണ് കേട്ടോ ഫുഡൊക്കെ തരുന്നത്. നല്ല വാഴയില നല്ല രീതിക്കാക്കിയിട്ട് ഇതൊരു കുഞ്ഞ് തട്ടുകടയാണ്. കുഞ്ഞൊരു തട്ടുകട. ഞാൻ ബെറോട്ട ഉണ്ടായിരുന്നു. ഞണ്ട് കറി സവോളയും ഞണ്ട് കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞണ്ട് കറി, സവോള. പിന്നെ ഞാൻ ഈ ബെറോട്ടയിൽ നിന്ന് പച്ചയ്ക്ക് കറി വന്നില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഇത് എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അകത്തു നിന്നൊരു പീസ് എടുത്തു. എൻ്റെ കൊച്ചച്ഛനാണ് കേട്ടോ ഈ ഞണ്ടിൻ്റെ ഇതും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൊച്ചൻ പിന്നെയും ഒരു ഞണ്ട് മറ്റേ അതൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങനെ പൊക്കി കാണിച്ചു. അതിന് ശേഷം നമുക്ക് കൊഞ്ച് വന്നായിരുന്നു. കൊഞ്ച് അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിക്കൻ ഫ്രൈ വന്ന് ഞാൻ നൈസിന് അതിനെ ലെഗ് പീസിങ് അടിച്ചെടുത്ത് ഞാനാണെങ്കിൽ നല്ലതുപോലെ കഴിച്ചു. അതിനുശേഷം ഞാനും എല്ലാവരും തിരിച്ചിറങ്ങി കാറിലോട്ട് കയറിയാണ്. കാറിലോട്ട് കയറി. അമ്മ പറയുന്നുണ്ട് ഫോൺ ഓഫാക്കി വെച്ചിട്ട് അകത്തോട്ട് കയറിപ്പോയി. എന്നിട്ട് ഞാൻ അത് കാര്യമാക്കുന്നില്ല. അകത്തോട്ട് കയറിപ്പോയി. അതിനുശേഷം നമ്മളാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റ് വന്നു. അവിടെ കപ്പ് നൂഡിൽസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊന്നും ഞാൻ നോക്കിയില്ല. പിന്നെ ലോട്ടി ചൊക്കപ്പായി ഇരിപ്പുണ്ടായിരുന്നു. കുറേ സ്നാക്സുകളുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈസിന് അപ്പുറത്ത് പോയി. പിന്നെ ഞാൻ കുറേ മിഠായികളുടെ സ്ഥലത്തെത്തി. മഞ്ചും പിന്നെ ഏതോ ഒരു ചുയിങ്കം പോലത്തുണ്ട്. അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഫ്യൂസും കുറേ കാര്യങ്ങളും കൂടെ മിക്സായിട്ടുള്ള ഒരിതുണ്ടായിരുന്നു. പിന്നെ ഇത് ജെല്ലി പോലത്തെ ഉണ്ടായിരുന്നു. ഇത് ഒന്ന് ഞാൻ മേടിച്ചത് ചുമ്മാ ഇങ്ങനെ കാണിച്ചതാണ്. പിന്നെ ചോക്കോസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കി വെച്ച് ചെറുതായിട്ട് ചോക്കോസ് ഉണ്ടായിരുന്നു. പിന്നെ ന്യൂട്രലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ എൻ്റെ മണ്ടയിലിട്ട് ഇതേപോലെ കൊട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിസീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സാധനം എന്തരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അത് നോക്കിയിട്ടങ്ങ് വച്ചു. പിന്നെ പേനകളുണ്ടായിരുന്നു. പിന്നെ എന്തോരോ ഞാനിപ്പോൾ കാണിച്ചു. അതിനുശേഷം ഇറങ്ങി എന്തെങ്കിലും മിഠായി എടുത്തോളാൻ. അങ്ങനെ ഞാനാണെങ്കിൽ ഒരു ക്രിസ്പെല്ലോ എടുത്തു. എന്നിട്ട് ഇതെല്ലാം ഇവിടെ ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ബില്ലടിച്ചിടുന്നു, ബില്ലടിക്കുന്നു, ഇടുന്നു, ബില്ലടിക്കുന്നു, ഇടുന്നു, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ച് ക്ലിയർ ആയില്ല. സ്മാർട്ട് പോയിൻ്റ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റായിരുന്നു. നമുക്ക് ഇവിടെ ഇച്ചിരി ദൂരേ ഉള്ളൂ ഈ മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. അതിന് ശേഷം ക്രിസ്പല്ലോ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. എൻ്റെ അനിയത്തി അത് വന്ന് എടുത്തോണ്ടായി. എന്നിട്ട് ഞാൻ ആ ക്രിസ്പല്ലോ പൊട്ടിച്ച് എനിക്ക് അനിയത്തിക്ക് 2 വെച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ അനിയത്തി 2 വെച്ച് കൊടുത്തു. അപ്പോൾ അനിയത്തി വെച്ച് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ അവളുടെ നിന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവളെ കൊടുത്തു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മളിതാ വീടെത്താറായി. ഈ വീട് ഫുള്ളും കുണ്ടും കുഴിയും. ഈ വീട്ടിലോട്ടുള്ള റോഡ് ഫുള്ളും കുണ്ടും കുഴിയായതുകൊണ്ട് ചിലപ്പം ഈ വീഡിയോ ഷേക്കാവും. അത് നിങ്ങൾ കാര്യമാക്കരുത്. കാരണം വണ്ടി കുലുങ്ങുമ്പം ഞാനും കുലുങ്ങും. അതാണ് പ്രശ്നം. കണ്ട് ചില വീഡിയോസൊക്കെ ഷേക്കായാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ കാര്യമാക്കരുത്. പിന്നെ നമ്മൾ കുറേ ഇച്ചിരി അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം വീടെത്തി ഗസ്. പിന്നെ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറി ഗസ്. ഇവിടെ ഇത്രയുണ്ട്. ഇവിടെ ആയിട്ടൊരു സ്റ്റെപ്പുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു കുരങ്ങനെയൊക്കെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് വിളക്കും വച്ചേക്കുന്നത്. ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നതാണ്. ഇതൊരു പ്രത്യേക തരം ചന്ദനത്തിൽ ഇരിക്കുന്ന സാധനമാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതൊരു താമരപ്പൂവിൻ്റെ താമരപ്പൂവിൻ്റെ രീതിയിലാണ് ഇതുള്ളത്. പിന്നെ അമ്മേരെ ഞാൻ ബാഗൊക്കെ മേടിച്ച് ആ സ്റ്റെപ്പൊക്കെ കയറിപ്പോയി. ഇവിടെ ഏറ്റൊരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പൊക്കെ ഞാൻ പതിയെ കയറിപ്പോയി. നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു 10 മണി ആ സമയമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കിടക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്നിട്ട് ബാഗൊക്കെ കൊണ്ടുവച്ചു. അവിടുത്തെ ലൈറ്റ് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ റൂമിലോട്ട് പോയതിന് ശേഷം ആ റൂമിലെ ലൈറ്റ് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാനാണെങ്കിൽ ബാഗ് അവിടോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ വെളിയിലോട്ട് ഞാൻ ഇറങ്ങി. റൂമിൻ്റെ വെളിയിലോട്ടാണ് ഇറങ്ങിയത്. അതിന് ശേഷം ഇവിടെ ആയിട്ട് കുറേ ഫോട്ടോസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാറ്റേണിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. കുറേ ഫോട്ടോസ് ഉണ്ട് ഗൈസ്. അതിനുശേഷം ഇവിടെ എൻ്റെ അനിയത്തിയുടെ ഇതേപോലെയുള്ളൊരു അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരു ബോർഡ് പോലത്തെ കുഞ്ഞു സാധനമുണ്ട്. അവളുടെ ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് തുറന്നു കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ്